ഇങ്ങനെ ചെയ്താണ്. പിന്നെ നമുക്ക് ദൂരമൊക്കെ പോകാനൊക്കെ നല്ല സൗകര്യമാണ്. ഇതൊക്കെ ആയിരുന്നു നമ്മൾ എവിടെ വീട്ടിൽ നിന്ന് ടൂറായിട്ടോ വീട്ടിൽ ഒക്കെ പോകുമ്പോൾ സൗകര്യമാണത്. എന്താണ് നിങ്ങളെ കൂട് ഭാഗം വെക്കുകയാണ്. ഇനി 2 വീടാക്കാൻ നിൽക്കുകയാണ്. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണില്ല എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൂട് 2 ആക്കി മാറ്റിയാണ്. കുട്ടികൾക്കൊന്നും വലിയവർക്കൊന്നും. നമ്മൾ വല്ലാണ്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാതെ പട്ടിണിക്ക് ഇടുന്നുണ്ട്. കണ്ടോ എൻ്റെ പുറമൊക്കെ കൊത്തി കാട്ടിച്ചിരിക്കണത്. അങ്ങോട്ടൊന്നും ഞാൻ കാണിച്ചു തന്നില്ല. കള്ളത്തിയാണ് വെള്ളം വേണ്ടി പണിക്കാര്. മേശിരി ഇങ്ങോട്ട് നോക്കൂ. വൈകുന്നേരം ആകുമ്പോഴത്തിന് എന്തൊക്കെ വേണ്ട? ഫുഡ് മാത്രം മതി അതോ പൈസ വേണോ? കുടുക്കിക്കൂടെ അല്ലെങ്കിലേ കിട്ടുന്നുണ്ട്. വെറുതെ പണിയെടുക്കാതെ തന്നെ ഞങ്ങൾ തരുന്നുണ്ട്. ചെറിയ കോഴിക്കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ വലിയ കോഴികളെ ഭയങ്കര കൊത്തലാണ്. 10-14 കോഴിക്കുട്ടികളുണ്ടായിട്ട് എല്ലാം കൊത്തിയിട്ട് ചത്ത് പോകണം. അപ്പോൾ അവർക്ക് 2 ഐറ്റമായിട്ടുള്ള കൂടെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. എന്താവോ എന്തോ പടുവ് എന്താവോ എന്തോന്നറിയാം. നിങ്ങൾക്കുള്ള കൂടെ അവിടെ റെഡിയാക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഇവിടെ തിന്നും കുടിച്ചൊക്കെ ഇരുന്നോളി. കൂടെ റെഡിയാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് കയറ്റി വിടും. ഇതാണ് നമ്മളെ കോഴിക്കോട് കേട്ടോ. 5 വർഷമായിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട്. ഇപ്പം ഇന്നലെ ഇവിടെ ചെറുതായിട്ടൊരു പണി ഉണ്ടായിരുന്നു. ഇതിൽ കുട്ടികളെ വേറെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നടുവ് കൂടി ഒരു കമ്പിയും കൂടി വെച്ചിട്ട് 2 കൂടാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചെറിയ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു. ഇവർ ഫുഡൊക്കെ തിന്നുന്ന സമയത്ത് ചവിട്ടിയിട്ടും ഇത് കൊത്തിയിട്ടൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു കൂട്. ഇതിപ്പോൾ ഇന്നലെ ചെയ്ത വർക്കാണ്. മറ്റേത് 5 വർഷമായി. ഈ കൂട് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ട് 5 വർഷമായി. അതിന് ചെറുതായിട്ട് ഷീറ്റൊക്കെ ഇട്ടെടുത്ത് മേലെ നെറ്റൊക്കെ കെട്ടി ഉഷാറാക്കി എടുത്തിട്ടോ.